എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയോ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാവുന്നത് എങ്ങനെയാണെന്ന്? അതായത് അമേരിക്ക അവരുൽപ്പാദിപ്പിച്ച ജനിതക മാറ്റം വരുത്തിയ പല കാർഷിക വിളകളും ഡയറി പ്രൊഡക്ട്സുകളും ഇന്ത്യൻ മാർക്കറ്റിൽ അവർക്ക് വിറ്റഴിക്കണം. അപ്പോൾ അതിനായിട്ട് ഇന്ത്യയായിട്ട് വലിയൊരു വ്യാപാര കരാർ ഒപ്പുവെക്കണം. അപ്പോൾ നരേന്ദ്രമോദി സർക്കാരായിട്ട് വലിയൊരു ഡിസ്കഷൻ നടന്നു. നരേന്ദ്രമോദി സർക്കാർ മുഖത്ത് നോക്കി പറഞ്ഞു, ഡൊണാൾഡ് ട്രംപിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അതായത് നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കണ്ണും പൂട്ടി അംഗീകരിക്കാൻ തയ്യാറല്ല. ഞങ്ങൾക്ക് കുറേ കണ്ടീഷൻസ് ഉണ്ട്. നിങ്ങൾ ജനിതക മാറ്റം വരുത്തിയ പ്രൊഡക്ട്സും ഡയറി പ്രൊഡക്ട്സും കാർഷിക വിളകളൊന്നും ഇവിടെ വിറ്റഴിക്കാൻ പറ്റില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വിഷയങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജിയോ പൊളിറ്റിക്സിലും ഇന്ത്യ അമേരിക്കയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പല കാര്യങ്ങളും, അതായത് ഇന്ത്യയെ ബന്ധപ്പെട്ടിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം 25% ടാക്സാണ് ഇന്ത്യയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഇന്ത്യ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അത് 50% ഉയർത്തി, പിന്നീട് അത് 75% ഉയർത്തി, പിന്നീട് അത് 100% ഉയർത്തും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെ അതിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല. ഇപ്പോഴും നിലവിലുള്ളത് 25% അധിക തീരുവയാണ് ഇന്ത്യയുടെ പ്രൊഡക്ഷനൊക്കെ, അതായത് അമേരിക്കയിൽ കയറ്റി അയക്കുന്ന പ്രൊഡക്ഷന് ഉള്ളത്. അപ്പോൾ ആ സമയത്ത് തന്നെ നരേന്ദ്രമോദി ഇന്ത്യയുടെ ജനങ്ങളോട് വലിയൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്ട്സ്, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്ട്സ് നമ്മൾ വാങ്ങണം. നമ്മൾ ഫോറിൻ മാർക്കറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട. നമ്മൾ 146 കോടി ജനങ്ങളുള്ള ഒരു വലിയ മാർക്കറ്റാണ് ഇന്ത്യ. ഇന്ത്യ അവഗണിച്ചുകൊണ്ട് അമേരിക്കക്കല്ല ഒരു രാജ്യത്തിനും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഏത് പ്രൊഡക്ട്സും വലിയ ബ്രാൻഡുകൾ അത് അവരാദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവരുടെ R&D ടീം, അത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീം വലിയ റിസർച്ച് നടത്തും. എന്തിനാണെന്നറിയോ? അതായത് ഈ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ എങ്ങനെ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാമെന്ന്, ലോകം എങ്ങനെ പിടിച്ചെടുക്കുന്ന അവർ ചിന്തിക്കുക, അവർ റിസർച്ച് ചെയ്യും. അപ്പോൾ അവർ റിസർച്ച് ചെയ്യുന്നത് ഇന്ത്യൻ മാർക്കറ്റ് എങ്ങനെ പിടിക്കുക എന്നാണ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് പിടിച്ചു കഴിഞ്ഞാൽ അവർ ലോകത്തിലെ എല്ലാ മാർക്കറ്റും അവർക്ക് പിടിക്കാൻ പറ്റും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അമേരിക്കയുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ അത്രയും മിഡിൽ ക്ലാസ് ഇന്ത്യയിലുണ്ട്. അത് ഇന്ത്യയുടെ മിഡിൽ ക്ലാസിൻ്റെ ബൈയിങ് പർച്ചേസ് പാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ മുകളിലാണ് ഇന്ത്യയുടെ മിഡിൽ ക്ലാസിൻ്റെ ബൈയിങ് പാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയ ബ്രാൻഡുകൾ ഇറക്കി കഴിഞ്ഞാൽ അത് ഈ മിഡിൽ ക്ലാസ് ഇന്ത്യയിൽ വാങ്ങാൻ ക്യൂ നിൽക്കും. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ ആപ്പിൾ 17 ആ സീരീസ് ഇന്ത്യയിൽ ഇറക്കിയപ്പോൾ നിങ്ങൾ കണ്ടിരുന്നോ? ഡൽഹിയിലും മുംബൈയിലൊക്കെ ക്യൂവിൽ തിക്കിലും തിരക്കിലും പെട്ടിട്ടുണ്ടല്ലോ. 2 പേര് കൊല്ലപ്പെട്ടിരുന്നു. നിങ്ങൾക്കറിയോ? അതായത് ഇവിടുത്തെ ഇത്തരം വാർത്തകളൊന്നും ഇവിടുത്തെ ആൾക്കാർ, കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല. മുമ്പ് നമ്മൾ നോട്ട് നിരോധന സമയത്ത് ആൾക്കാർ ATM നിന്ന് കാശെടുക്കാൻ വേണ്ടി ക്യൂ നിന്ന് കുഴഞ്ഞു വീണ് മരിച്ചു, അങ്ങനെയുള്ള നെഗറ്റീവ് വാർത്തകൾ മാത്രം സ്പ്രെഡ് ചെയ്യുന്ന ഒരു മീഡിയയാണ് ഇവിടെ ഉള്ളത്. ഇത്തരത്തിലുള്ള, അതായത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ അണ്ടറിൽ ആൾക്കാരുടെ പർച്ചേസിങ് പവർ കൂടിയ ഈ കാര്യമൊന്നും ഇവർ റിപ്പോർട്ട് ചെയ്യില്ല. ഈ അടുത്ത കാലത്താണ് ഞാൻ പറഞ്ഞില്ലേ, ആപ്പിൾ 17 സീരീസ് ഇന്ത്യയിൽ ഇറങ്ങിയപ്പോൾ അത് വാങ്ങാൻ ക്യൂ നിന്ന് തിക്കിലും തിരക്കിലും പെട്ട് 2 പേരാണ് ഡൽഹിയിലും മുംബൈയിലായിട്ട് കൊല്ലപ്പെട്ടത്. അതവിടെ ഇരിക്കട്ടെ. അത് ഞാൻ പറഞ്ഞു വെച്ചാൽ ഇന്ത്യക്കാരുടെ മിഡിൽ ക്ലാസിൻ്റെ പർച്ചേസിങ് പവറിനെ കുറിച്ചാണ്. അപ്പോൾ ഈ താരിഫ് ഇന്ത്യയിൽ ഏർപ്പെടുത്തിയ ആ സമയത്ത് തന്നെ നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞിരുന്നു, നമ്മൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന, മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന പ്രൊഡക്ട്സുകളൊക്കെ വലിയ രീതിയിൽ ഇത് ചെയ്യണം. നിങ്ങൾ ദീപാവലിക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത സാധനങ്ങൾ, നമുക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നമുക്കറിയാം എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ട്. ഈ സ്മാർട്ട് ഫോൺ അടിച്ച് നോക്കിയാൽ തന്നെ അറിയാം ഏത് പ്രൊഡക്ട്സാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചത്, മേക്ക് ഇൻ ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നന്നായിട്ട് അറിയാം. അപ്പോൾ പല സോഷ്യൽ മീഡിയയിലും ഇങ്ങനത്തെ ഹാൻഡിൽസുകൾ, അതായത് ഈ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന ആൾക്കാർ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ വലിയ രീതിയിലുള്ള വലിയ പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ പ്രൊഡക്റ്റ് ഏതാണ്, ഫോറിൻ പ്രൊഡക്റ്റ് ഏതാണ്, ഇത് വാങ്ങണം അത് വാങ്ങണം എന്നൊക്കെ വലിയ ഗൈഡ് ലൈൻസ് ഇത്തരം ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ നിന്ന് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നരേന്ദ്രമോദി തന്നെ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇന്ത്യൻ പ്രൊഡക്ട്സ് വാങ്ങണം എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്കറിയോ, ഈ താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ നമ്മുടെ ശശി തരൂർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് കുംഭമേളയെക്കുറിച്ച്. അതായത് ഇന്ത്യയുടെ ഈ അമേരിക്ക എത്ര താരിഫ്, ഇനി 200 അല്ല 300% താരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഒരു രോമം പോകുന്ന വില പോലും അതിന് ഇന്ത്യ കൽപ്പിക്കുന്നില്ല എന്നാണ് തരൂർ പറഞ്ഞത്. തരൂർ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നറിയോ? അതായത് നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ വർഷമാണ് ഇന്ത്യയിൽ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ കുംഭമേള നടന്നത്. കുംഭമേളയിൽ അത് എക്സ്പെക്ട് ചെയ്ത ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ട്രില്യനാണ് UP ഗവൺമെൻറ്, യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ 45 ദിവസം ഈ പ്രയാഗ്രാജിൽ നടന്ന കുംഭമേളയിൽ ജനറേറ്റ് ചെയ്ത ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4.5 ട്രില്യനാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർ എക്സ്പെക്ട് ചെയ്തതിൻ്റെ ഡബിളിന് മുകളിലാണ് അത് വന്നത്. അപ്പോൾ നമുക്കറിയാം ഈ അടുത്താണ് ഇതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അമേരിക്കൻ ടാരിഫിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡൊമസ്റ്റിക്, അതായത് ഇന്ത്യൻ ആഭ്യന്തര വിപണി വലിയ രീതിയിൽ പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് GSTയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയെന്ന് വെച്ചാൽ നമ്മുടെ GST നിലവിൽ, ഈ പരിഷ്കാരങ്ങൾ നിലവിലെന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 22-ാം തീയതി. ഈ സെപ്റ്റംബർ 21-ാം തീയതി ഇന്ത്യയിൽ നടന്ന സെയിൽ ഉണ്ടല്ലോ 1.18 ട്രില്യൺ ഇന്ത്യൻ റുപ്പീസാണ് നടന്നത്. പക്ഷേ അടുത്ത ദിവസം സെപ്റ്റംബർ 22-ന്, അതായത് സെപ്റ്റംബർ 22-ാം തീയതി രാവിലെ 10 മണി തൊട്ടാണ് നമ്മുടെ പുതിയ GST പരിഷ്കാരം നിലവിൽ വന്നത്. അന്ന് നടന്ന സെയിൽ എന്താണെന്നറിയോ? 11.3
ട്രില്യൺ, അതായത് ഒറ്റ രാത്രി കൊണ്ട് ഇത് തന്നെ 10 ട്രില്യൻ്റെ സെയിലാണ് നടന്നത്. അതായത് ആഭ്യന്തര വിപണിയിൽ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വലിയ രീതിയിൽ കുതിച്ചു ചാട്ടാണ് നടത്തിയിരിക്കുന്നത്. അതായത് ആ വലിയ ഈ GSTയിൽ ഈ സാമ്പത്തിക വിദഗ്ധർ പറയുന്നതാണല്ലോ, അതായത് ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ ചെയ്ത വലിയ ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വലിയൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഈ GSTയിലെ പരിഷ്കാരങ്ങളാണ് വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ഇതിന് ശേഷം, അതായത് സെപ്റ്റംബർ 22 ശേഷം ഈ 2500 രൂപയിൽ താഴെ വരുന്ന ഡ്രസ്സുകളുണ്ടല്ലോ വലിയ രീതിയിലാണ്, അതായത് അത്തരം ഇതിൽ ഉൽപ്പാദിപ്പിക്കുന്നത് 2500 രൂപയ്ക്ക് താഴെ ഡ്രസ്സ് വിൽക്കുന്ന പല കമ്പനികൾക്കും വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടമാണ് അവരുടെ സെയിലുണ്ടായിരിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, ഈ ഗുജറാത്തിലൊക്കെ ഒരുപാട് ചെറുകിട സംരംഭങ്ങളുണ്ട്, അതായത് ഈ ടെക്സ്റ്റൈൽസ് മാർക്കറ്റിലല്ലേ. അപ്പോൾ അവരൊക്കെ കുറേ കാലങ്ങളായിട്ട് അടഞ്ഞു കിടക്കുന്നതായിരുന്നു. ഈ സെപ്റ്റംബർ 22 ശേഷം, അതായത് വലിയ സെയിൽ അടഞ്ഞു കിടക്കുന്നതല്ല, വലിയ രീതിയിലുള്ള എക്സ്പോർട്ടിങ് അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നില്ല. അതായത് എക്സ്പോർട്ടിങ് ഈ താരിഫിന് ശേഷം വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിട്ട കമ്പനികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സെപ്റ്റംബർ 22 ശേഷം GST പരിഷ്കാരം നിലവിൽ വന്നതിന് ശേഷം അവരും വലിയ രീതിയിൽ കുതിച്ചാട്ടം, അതായത് അവരുടെ പ്രൊഡക്ഷനിലും അവരുടെ സെയിലും 10% ഇൻക്രീസാണ് ഉണ്ടായിരിക്കുന്നത്. ആൾക്കാർ വാങ്ങാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറയില്ലേ, 2500 രൂപ താഴെ വരുന്ന വസ്ത്രങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള വിലക്കുറവുണ്ടായി, ആൾക്കാർ വന്ന് വാങ്ങാൻ തുടങ്ങി. പിന്നെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഈ കഴിഞ്ഞ അഷ്ടമി ഉണ്ടല്ലോ, ആ അഷ്ടമി ദിവസം ഒരു ദിവസം നടന്ന കാറിൻ്റെ സെയിൽ മാത്രം 30,000 കാറുകളാണ് ഒറ്റ ദിവസം സോൾഡായത്. പിന്നെ അതുമാത്രമല്ല, മഹീന്ദ്ര, ടാറ്റ, ഹുണ്ടായി ഇവരുടെയൊക്കെ ഏകദേശം ഒരാഴ്ചക്കിടക്ക് ഈ സെപ്റ്റംബർ 22 ശേഷം നടന്ന സെയിൽ എത്രയാണെന്നോ 50,000 SUVകളാണ്. നമുക്കറിയാം ഈ SUVയുടെ മിനിമം പ്രൈസ് തന്നെ ഒരു 16-17 ലക്ഷം രൂപ വരും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് കൂടുതലും സെയിലായ ഇന്ത്യൻ ബ്രാൻഡായ മഹീന്ദ്രയും ടാറ്റയുടെ SUVകളാണ് മിഡിൽ എന്ന് പോലെ ആലോചിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഇവിടെയുള്ള ഇന്ത്യയിലുള്ള മിഡിൽ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ അത്ര വരുന്നുണ്ട് മിഡിൽ ക്ലാസ്. അതിൻ്റെ പർച്ചേസിങ് പവർ ഹൈ ആണ്. അവരാണ് ഈ SUV വാങ്ങുന്നത്. മുമ്പ് ചെറുകിട കാറുകൾ വാങ്ങിയിരുന്ന ആൾക്കാർ ഇപ്പോൾ വലിയ രീതിയിലുള്ള SUVകളാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഫോർ വീലർ രംഗത്ത്, ഫോർ വീലർ എന്ന് വെച്ചാൽ ഹീറോ മോട്ടോർ കോർപ്സ്, പിന്നെ ബജാജ്, ഇവരുടെ സെയിലുണ്ടല്ലോ ഈ കുറച്ച് സെപ്റ്റംബർ 22 ശേഷം ആ കഴിഞ്ഞ വർഷത്തിനെക്കാട്ടും ട്രിപ്പിളായി. അതിന് കറക്റ്റ് അവർ പുറത്ത് വിട്ടില്ല, പക്ഷേ അവർ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ലാസ്റ്റ് ഇയറിനെക്കാട്ടും ട്രിപ്പിളായി ഇതിരിക്കുകയാണ് ഈ GST പരിഷ്കാരത്തിന് ശേഷം. പിന്നെ അതുമാത്രമല്ല, ഈ ഗാർഹിക ഉപകരണങ്ങളല്ലോ, TV, റിഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ഈ GST ഇളവ് വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള സെയിലാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ട്രോൾ കണ്ടിരുന്നു. അത് ചിലവരൊക്കെ പറഞ്ഞാൽ അത് AVയുടെ എന്തിൻ്റെ ആയിക്കോട്ടെ, അതായത് ഒരു ബൈക്കിൽ, ഒരു സാധാ സ്കൂട്ടറിൽ ഒരു ലേഡി ഒരു വലിയൊരു ടെലിവിഷൻ പിടിച്ചിട്ട് ഇങ്ങനെ വാങ്ങിയിട്ട് പോകുന്നത്, ഈ ദീപാവലി പ്രമാണിച്ചിട്ട് ഇങ്ങനെ പോകുന്ന ഒരു വലിയൊരു ട്രോളല്ല, ഒരു വീഡിയോ കണ്ടിരുന്നു. അതായത് ആൾക്കാർ പറയുന്നത് വെച്ചാൽ അത് LG ആണ് അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ, അവരുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത്രത്തോളം ഇന്ത്യക്കാരുടെ പർച്ചേസിംഗ് പവറിനെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് LG അങ്ങനെ ചെയ്തത്. അപ്പോൾ അത്രത്തോളം ഈ ഗാർഹിക വിപണിയിലൊക്കെ വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുമാത്രമല്ല, ഓൺലൈൻ രംഗത്തെ വ്യാപാരം നോക്കുകയാണെങ്കിൽ ആമസോൺ കഴിഞ്ഞ ദിവസം വിറ്റഴിച്ച ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2760 മില്യൺ ഇതാണ്. രണ്ടാം സ്ഥാനത്തുള്ളത് മീഷോ എന്ന് പറയുന്ന ഓൺലൈൻ ഇതാണ്, അത് 117 മില്യണാണ്. അപ്പോൾ ഈ ആമസോണും മീഷോയും ഇങ്ങനെ ഓൺലൈൻ റീറ്റെയിൽ ഇവരൊക്കെ ഉണ്ടല്ലോ, അവരുടെ സെയിലിനെ 2 കാറ്റഗറി ആയിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ടയർ 1, ടയർ 2. ടയർ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിറ്റിയിൽ നടക്കുന്ന സെയില്. ടയർ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിൽ നടക്കുന്ന സെയില്. അപ്പോൾ അവർ ചരിത്രത്തിൽ ഇന്നേ വരെ ഈ ടയർ 1 കവച്ച് വെക്കാൻ ടയർ 2 പറ്റിയില്ല. അതായത് ഈ സിറ്റിയിൽ നടക്കുന്ന വ്യാപാരത്തിനെ കവച്ച് വെക്കാൻ ഗ്രാമങ്ങൾക്ക് പറ്റിയിരുന്നില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് ഈ സെപ്റ്റംബർ 22 ശേഷം ഇന്നേ വരെ, അതായത് ഇന്ന് ഒക്ടോബർ 21 തീയതിയാണ്. അപ്പോൾ ഈ ഒക്ടോബർ 21 തീയതി വരെയുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ ഗ്രാമങ്ങളിൽ നടന്ന സെയില് നഗരങ്ങളിൽ നടന്ന സെയിലിനെ കവച്ച് വെച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ഇന്ത്യയുടെ മിഡിൽ ക്ലാസിൻ്റെ പർച്ചേസിംഗ് പവർ എത്രത്തോളം ഉയർന്നു എന്ന്. പിന്നെ ഈ സ്വർണം വാങ്ങുന്നത്, നമുക്കറിയാം സ്വർണ്ണത്തിന് ഏകദേശം 1 ലക്ഷത്തിന്, അതായത് ഇന്നത്തെ വില വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 97,000 രൂപ വില വരുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് ഈ അവിടെ നോർത്ത് ഇന്ത്യയിലേക്ക് ഈ ധൻതരീസ് എന്ന് പറഞ്ഞൊരു ധന്വന്തരിയുമായി ബന്ധപ്പെട്ട ഒരു ഇത് നമ്മുടെ ഈ സ്വർണം വാങ്ങുന്ന ദിവസമുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ റെക്കോർഡ് സെയിലാണ്. ഇത്രയും പൈസ സ്വർണത്തിനുണ്ടായിട്ടും റെക്കോർഡ് സെയിലാണ് നടന്നിരിക്കുന്നതെന്നാണ് ചെറുകിട ഈ ജ്വല്ലറി ആൾക്കാരൊക്കെ പുറത്തുവിടുന്ന റിപ്പോർട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്ര പൈസ ഉണ്ടാവും, 1 ലക്ഷത്തിനടുത്ത് ഇതുണ്ടായിട്ട് പോലും സ്വർണം വാങ്ങാൻ ഇന്ത്യയുടെ മിഡിൽ ക്ലാസ് ജ്വല്ലറിയിൽ വന്ന് ക്യൂ നിൽക്കുന്ന അവസ്ഥ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അമേരിക്ക പോലും ഞെട്ടിരിക്കുകയാണ്. അതായത് ഇത്രയും മിഡിൽ ക്ലാസ്സിൻ്റെ സാധാരണക്കാരനാണ് ഇത്രയും പൈസ സ്പെൻഡ് ചെയ്തിട്ട് വലിയ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നരേന്ദ്രമോദി അമേരിക്കയുടെ ഇത്രയും താരിഫ് അടിച്ചേൽപ്പിച്ചിട്ടും
അമേരിക്ക എന്താ വിചാരിച്ചേ, ഇത് ഇത്രയും താരിഫൊക്കെ അടിച്ചേൽപ്പിക്കുമ്പോൾ ഇന്ത്യ നമ്മുടെ മുന്നിൽ വന്ന് മുട്ടുകുത്തി കേണപേക്ഷിക്കും, അയ്യോ ട്രംപേ, അമേരിക്ക അതായത് ഈ താരിഫ് നിങ്ങൾ പിൻവലിക്കണം, അതായത് നിങ്ങൾ പറയുന്ന എന്തിൽ ഞങ്ങൾ ഒപ്പുവെച്ചേക്കാം എന്നൊക്കെ അവർ വിചാരിച്ചു. പക്ഷേ നരേന്ദ്രമോദി എന്ന് പറയുന്നത് നടക്കൂല എന്ന് പറയുന്നത് നടക്കില്ല. അപ്പോൾ നരേന്ദ്രമോദിക്ക് അറിയാം, അതായത് ഇവിടെ നമ്മുടെ മാർക്കറ്റ് 146 കോടി ജനങ്ങളുടെ മാർക്കറ്റ്, മിഡിൽ ക്ലാസിൻ്റെ പർച്ചേസിങ് പവർ നന്നായിട്ട് ഇന്ത്യക്കാർക്ക് അറിയാം, നരേന്ദ്രമോദിക്ക് അറിയാം. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് അദ്ദേഹം എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രൊഡക്ട്സ് വാങ്ങണം, ഇന്ത്യയുടെ ഡൊമസ്റ്റിക് മാർക്കറ്റ് ഇതാക്കണം, GST പരിഷ്കരിച്ചു. അതൊക്കെ വലിയ രീതിയിൽ ഒരു വലിയ സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ്. അതായത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാൻ നടത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് മാർക്കറ്റിൽ ആഭ്യന്തര വിപണിയിൽ ഇന്ത്യൻ സർക്കാർ ചെയ്ത ഈ വലിയ സർജിക്കൽ സ്ട്രൈക്ക്. അത് വലിയ മാറ്റമാണ് ഇന്ത്യയിൽ നടന്നത്. അപ്പോൾ ശശി തരൂർ നേരത്തെ പറഞ്ഞ മാതിരി, അതായത് രണ്ടോ മൂന്നോ കുംഭമേള നടത്തിയാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന്. അപ്പോൾ എന്തിനാലും അമേരിക്കയുടെ ഈ താരിഫിന് മുന്നിൽ നിന്നും മുട്ടുമടക്കില്ല എന്ന് നരേന്ദ്രമോദിയെ പറയാൻ പ്രേരിപ്പിച്ച ഘടകം ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. 146 കോടി ജനങ്ങളാണ്. നമുക്കറിയാം, ഈ നരേന്ദ്രമോദി സർക്കാർ പല രാജ്യത്തും പോയി കഴിഞ്ഞാൽ പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജനങ്ങളാണ്, ഈ 140 കോടി ജനങ്ങളാണ്, 146 കോടി ജനങ്ങളാണെന്ന് പല സമയത്തും പറയുമ്പോൾ പല ആൾക്കാരും സംശയിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഇത് പറയുന്നത്. അതായത് ശരിക്കും രാജ്യത്തിൻ്റെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ 146 കോടി ജനങ്ങൾ തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ ശക്തി. അത് ശരിക്കും തിരിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെയാണ് സാക്ഷാൽ അമേരിക്കയുടെ മുഖത്ത് നോക്കി പോലും അത് നിങ്ങൾ പറയുന്ന മാതിരി ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് കട്ടായം പറഞ്ഞത് അതുകൊണ്ടാണ്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.